മാസ്റ്ററാ? എടാ ഞാൻ അറിഞ്ഞില്ലടാ, എന്നോട് ആരും പറഞ്ഞില്ല. 90 വയസ്സായ? എടാ കണ്ടാ പറയില്ല കേട്ടാ. അപ്പൊ ബന്ധുക്കളെല്ലാം വന്നിട്ടല്ലേ ചടങ്ങുണ്ടാവുള്ളൂ. ഇവളെ പഠിപ്പിച്ച സാറാണ്, ഞാൻ ഇവളും കൂടെ വൈകിട്ട് അങ്ങ് വരാം. ശരി ശരി ശരിടാ ശരിടാ. ഓ ശരി, നീ പോയി. എന്തുവാടി? ഇപ്പൊ തന്നെ പോവാൻ ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പോണം. നമുക്ക് എടി വൈകുന്നേരം 6 മണിക്കാണ് ചടങ്ങ്, അപ്പോഴും ചെന്നാ മതിയെന്ന്. വൈകുന്നേരം 6 മണിക്ക് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പോലും പറ്റൂല. ഇപ്പൊ തന്നെ പോണം. ഇതെന്ത് എടി, ഇപ്പൊ പോയിട്ട് കാര്യമില്ലെന്ന്. പിന്നെ പോണ വഴിക്ക് നമുക്കൊരു റീത്തും കൂടെ വാങ്ങിക്കൊണ്ട് പോവാമേ. റീത്താ? ബൊക്കയല്ലേ മേടിച്ചോണ്ട് പോകേണ്ടത്? ബൊക്കയാ വാങ്ങിക്കണത്, റീത്തല്ലേ വാങ്ങേണ്ടത്. പിന്നെ സാറിന്റെ നവതിക്ക് ബൊക്കയിലടി കൊണ്ട് കൊടുക്കണം, റീത്താണോ കൊണ്ട് കൊടുക്കുന്നത്? എന്തായിരുന്നു? 6 മണിക്ക് മക്കളെല്ലാം കൂടെ വന്നിട്ട് പൊന്നാടെ കാണിക്കുന്ന ചടങ്ങുണ്ട്, നിങ്ങളെല്ലാം വരണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട്. നവതിയായിരുന്നാ? ഇതല്ലാണ്ട് ഞാൻ വിചാരിച്ചേ സാറ് പോയി, അതാണ് പറ്റിപ്പോയത്. ആളെ പറ്റുന്ന തന്നെ പറഞ്ഞ റീത്ത് കൊടുത്തോണ്ട് വന്നോണം കേട്ടോ. അല്ല, നിങ്ങൾ എന്ത് ഇന്ന് ട്യൂഷൻ പഠിപ്പിക്കാൻ പോണില്ല? ഞാൻ 10 മണിക്ക് ശേഷം ട്യൂഷൻ പോകുന്ന പരിപാടി നിർത്തി. എന്തേ? ഞാൻ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോണു. സ്റ്റാർട്ടപ്പാ? മനസ്സിലായില്ല. അതായത് മൊബൈൽ കോഴ്സ്. മൊബൈൽ കോഴ്സാ? എങ്ങനെ മൊബൈൽ ഉപയോഗിക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്നതിന്റെ ഒരു കോഴ്സ്. ഓ, ഇനി നിങ്ങൾ പഠിപ്പിച്ചിട്ട് വേണം ഇവിടെ ഉള്ളവർക്ക് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ. ഓ എന്റെ പൊന്നു മനുഷ്യ, ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഞാൻ കണ്ട്, ഒരു കൊച്ചു ജനിച്ചിട്ടേ അത് ആദ്യം വിളിച്ചത് അമ്മ എന്നല്ല ഹേങ്ങ എന്നാണെന്നാണ് കേട്ടത്. എടി അതൊക്കെ നീ പറയും, കൊച്ചു പിള്ളേർക്ക് മൊബൈൽ അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ 70 വയസ്സ് കഴിഞ്ഞ എത്ര പേർക്ക് നന്നായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? എടി അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പറ്റിക്കുന്നത്. ഇപ്പൊ ഡിജിറ്റൽ അറസ്റ്റ്, അതായത് പൈസ തട്ടിപ്പ്, ഇതൊക്കെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? അവരെല്ലാം മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ച ഒരു നല്ല കാര്യമല്ലേ? അത് ശരിയാണ് കേട്ടോ, ഞാൻ ആലോചിച്ചില്ല. അതൊരു നല്ല ഐഡിയ ആണ്. കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിഞ്ഞൂടാ. അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിഞ്ഞൂടാ. ഒന്നും അറിഞ്ഞൂടാത്തോണ്ടാണ് എനിക്ക് നിങ്ങളെ കെട്ടിച്ചു തന്നത്. ഈ കോഴ്സ് എവിടെ നിന്ന് പഠിച്ചടി? ഏത് കോഴ്സ്? ഈ തർക്കുത്തരം പറയാനായിട്ട്. നിങ്ങളല്ലേ ആദ്യം തുടങ്ങിയത്? ഞാനാണോ തുടങ്ങിയത്? നിങ്ങളല്ലേ തുടക്കം ഇട്ടതിന്? നിർത്തി. എന്തോ നിർത്തി? പ്രിൻസിപ്പാളിനെ പഠിപ്പിക്കാൻ പിള്ളേരെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഇന്ന് 2 സ്റ്റുഡൻസ് ഇവിടെ വരും, മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ. അതുകൊണ്ട് നീ സെറ്റ് ആയിട്ട് നിന്നോണം. സെറ്റ് ആയിട്ട് നിൽക്കാം. കട്ടയ്ക്ക് കൂടെ നിന്നോണം. എന്റെ സ്റ്റാർട്ടപ്പാണ്, ദൈവമേ കാത്തോളണേ. വന്നിട്ടുണ്ട് കേട്ടാ, നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ. കേറുവാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഒന്നും വേണ്ട, അതൊക്കെ സ്കൂളില്. ഇത് ട്യൂഷൻ സെന്റർ അല്ല, നമ്മൾ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും. അപ്പൊ ചന്തിക്ക് വിച്ചലൊന്നും ഇല്ലാന്ന്. ഇനി അഥവാ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിന് നമുക്ക് മെസ്സേജ് അയക്കാൻ അറിയണ്ടേ? അത് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഫീസൊക്കെ എങ്ങനെയാണ്? ഫീസിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. പ്രിയാണെന്ന് കേട്ടോ. ഫീസ് പ്രിയ എന്നല്ല പറഞ്ഞത്, എന്റെ ഭാര്യ പ്രിയെ വിളിച്ചതാണ്. ഇതാണ് നമസ്കാരം. വസന്ത. നമസ്കാരം. അപ്പോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അതെ ചേട്ടാ, ഇങ്ങോട്ട്. അതെ ചേട്ടാ, ഇങ്ങോട്ട്. ഹലോ, ഒരു കാര്യം ചേട്ടാ, നീ ഇങ്ങ് വാ. ഇനി ഇങ്ങോട്ട് നോക്കാലോ. മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളുടെ മൊബൈൽ എന്തോന്ന് വല്ല കലാ സാംസ്കാരിക നായകം വല്ലതും ആണോ? പൊന്നാടയൊക്കെ ആനയിച്ച് കൊണ്ടുവന്നേക്കാണ്. അതല്ല, പുതിയ ഫോണായോണ്ട് അങ്ങനെ പുറത്തോട്ട് എടുത്തിട്ടില്ല. എന്റെ മോൻ മാറ്റി തന്നെയാണ്. ആണോ? അവനാണെങ്കിൽ ഇവിടെ 2 മക്കളുണ്ട്. അങ്ങ് വിദേശത്താണ് 2 മക്കൾ. വിദേശത്ത് ഒരുത്തൻ ദമാമില്, മറ്റോ ഏതോ ഗുദാമില്. പഴയതല്ലേ? അല്ല, പുതിയതാണ്. ഈ പറഞ്ഞ കൗണ്ടർ പഴയതല്ലേ? വയസ്സിലാണ്ട് പഴയതും പോവും. അല്ല, അങ്കിളിന്റെ ഫാമിലിയൊക്കെ? എനിക്ക് 3 മക്കളാ. ഒരുത്തൻ ടെക്നോ പാർക്കില്, ഒരുത്തൻ ഇൻഫോ പാർക്കില്, ഒരുത്തൻ സുഭാഷ് പാർക്കില്. അവിടെ സുഭാഷ് പാർക്കിൽ ജോലിയാ? ജോലിയല്ല, ഫുൾ ടൈം ഇരിപ്പാ. വിത്ത് കൊട. 10 ഗുണം. അപ്പം നമുക്കെന്നാ ക്ലാസ് തുടങ്ങാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് സെൽഫോൺ? വാട്ട് ഈസ് സെൽഫോൺ? കിട്ടി, എനിക്ക് കിട്ടി.
സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ സെല്ലാവുന്ന ഫോണാണ് സെൽഫോൺ. ഓ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ചെറുതായിട്ട് നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഫോണിനെയാണ് സെൽഫോൺ എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് ആദ്യം എന്താ പഠിക്കേണ്ടത്? ആദ്യം എന്ത് പഠിക്കണം? ഫോട്ടോ. ഫോട്ടോ എടുക്കാൻ. ശരി, അപ്പൊ ഫോട്ടോ എടുക്കാനാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ? ഉണ്ട്. അപ്പൊ അതൊന്ന് എടുക്കോ. എന്നിട്ട് അതിൽ ക്യാമറ ഒന്ന് ഓൺ ചെയ്യൂ. ക്യാമറ ഒന്ന് ഓൺ ചെയ്തു. ഇനി സെൽഫി ആണ് എടുക്കണ്ടേ? അപ്പൊ എന്നാ പിടിച്ചോ, സെൽഫി എടുക്കോ. അയ്യോ, ഞാൻ മരിച്ചാ, എന്നെ കാണുന്നില്ല, ഇതോ ഞാനില്ല. അല്ല അങ്കിൾ, അത് ഇത് ഇപ്പൊ തിരിച്ച് സെൽഫിയുടെ ഇത്. ഇനി എടുത്തു. ഇപ്പൊ കറക്റ്റ്. അത് ശരിയായി. എടുക്ക്. ഇതാ ഇങ്ങനെയാണ് സെൽഫി. ഇത്രേ ഉള്ളൂ. നമ്മൾ പേടിക്കുന്ന പോലെയൊന്നുമില്ല, ഇത്ര സംഭവമേ ഉള്ളൂ. മനസ്സിലായല്ലോ? മാമന് സെൽഫി എടുക്കാൻ അറിയാമോ? മാമന് സെൽഫി എടുക്കാൻ അറിയാമോ? എനിക്ക് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. എനിക്ക് സെൽഫി ഒക്കെ എടുക്കാൻ അറിയാം. ഞാൻ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട്. എവിടെ? സെൽഫി ഒക്കെ ഉണ്ട്. ഗാലറിയിലുണ്ടോ? എന്റെ തുറന്നു നോക്കിയാൽ അറിയാണ്ട് സെൽഫി ഒക്കെ ഉണ്ട്. എന്റെ ഇത് സെൽഫിയാണോ? എന്റെ സെൽഫി. പശുവിനെ കുളിപ്പിക്കുന്ന ഒരു ചേച്ചി, ആ ചേച്ചി എന്നെ മുറ്റം തൂക്കുന്നു, ആ ചേച്ചി എന്നെ തുണി കഴുകുന്നു, ആ ചേച്ചി അടുക്കളയിൽ നിൽക്കുന്നു. ഇത് സെൽഫിയാണോ മാമ? മാമ എടുത്ത സെൽഫിയാണത്. ഞാൻ എപ്പോ സെൽഫി എടുത്താലും ഇവിടെ കയറി വരും. ഇത് ആരാണ്? ഇത് എന്റെ വീടിന്റെ അപ്പുറത്തുള്ള കുഞ്ഞമ്മ. ഓ, എന്റെ വീടിന്റെ അപ്പുറത്തുള്ള. മനസ്സിലായി മാമ. ഞാൻ മാമനോട് ഒരു കാര്യം പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ബോംബാണ്. താണാ ഞാൻ കൊണ്ട് നടന്നത് പൊട്ടി തെറിച്ചിരുന്നെങ്കിലേ എന്റെ അവസരം ആലോചിക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല പറയണം, മനസ്സിലാക്കണം. അതായത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. ഒരുപാട് പേർക്ക് എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെ അബദ്ധം എനിക്കും പറ്റിയിട്ടുണ്ട്. എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ഞാനേ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ഞെക്കും പിടിക്കുകയൊക്കെ ചെയ്ത്, അപ്പൊ പെട്ടെന്ന് യൂറോപ്പിൽ നിന്ന് കോള് വരുന്ന എനിക്ക്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് മൊത്തം കണ്ടോണ്ടിരിക്കുകയാണെന്ന്. ലൈവ് ഡിലീറ്റ് ചെയ്ത് കളയാറുന്നില്ലേ? വെപ്രാളത്തിൽ ഡിലീറ്റ് ചെയ്തപ്പോ അത് ഷെയർ ആയി പോയി. പിന്നെ നിറച്ച് കമന്റ്സാ. അത് വരും, തീർച്ചയായിട്ടും കമന്റ് വരും. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്തോന്ന് അബദ്ധം എന്ന് വെച്ചാൽ ചെറിയ അബദ്ധമാണ്, വേറൊന്നുമല്ല. എന്റെ മോന്റെ കൊച്ചു കുഞ്ഞാറ്റ എടുത്ത് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കും. അപ്പൊ ഒരു ദിവസം രാത്രിയാണെങ്കിൽ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞാറ്റ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ രാത്രി ഫോൺ എടുത്തിട്ട് എന്റെ കുഞ്ഞാറ്റയ്ക്ക് കുറെ ഉമ്മ അങ്ങ് അയച്ചു കൊടുത്തു. എന്നിട്ട് നേരം വെളുത്തപ്പം വീടിന്റെ മുറ്റത്തൊക്കെ ഭയങ്കര ആൾക്കാര്. എന്തിന്? ഞാൻ അയച്ച കുഞ്ഞാറ്റക്കല്ല ഉമ്മ പോയത്, പിന്നെ അപ്പുറത്തുള്ള കുഞ്ഞമ്മയ്ക്കാണ് ഉമ്മ പോയത്. ഇപ്പൊ മനസ്സിലായി സെൽഫിയിൽ എങ്ങനെ മുറ്റം തൂക്കണേ, പച്ചനെ കുളിപ്പിക്കണ ചേച്ചി കുഞ്ഞമ്മയല്ലേ? കുഞ്ഞാറ്റയ്ക്ക് എന്നെ അയച്ചത്. ഇനി നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്? അല്ല, എന്തായാലും പുള്ളി ഒരു സെൽഫി എടുത്ത് പഠിക്കട്ടെ. പുള്ളിക്കറിയാം, സെൽഫി എടുക്കാൻ അറിയാം. എനിക്കിനി പഠിക്കേണ്ടെന്ന് അറിയാമോ? എനിക്ക് ദൂരെ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്ന സംഭവമില്ലേ, അത് പഠിച്ചാൽ മതി. വീഡിയോ കോള് അതിന് ഒന്നുമില്ല അങ്കിൾ. ഞാൻ എന്റെ ഫോണിൽ നിന്ന് അങ്കിളിനെ വിളിക്കാം. അങ്കിൾ നമ്പർ ഒന്ന് പറഞ്ഞു. നമ്പർ 9874. ഒന്നുകിൽ മലയാളത്തിൽ പറ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറ. അല്ല, ഞാൻ പകുതി ഇംഗ്ലീഷ് മീഡിയം പകുതി മലയാളം മീഡിയത്തിൽ പഠിച്ചത്. ഇനിയിപ്പോ കോള് കണക്ട് ആവുമ്പോ എടുക്കണേ. ഇത് മേളിലോട്ടാണ് ഇങ്ങനെ നിരക്കി വിട്ടാ. ഹായ്, ഹലോ, കാണുന്നുണ്ടോ? എന്നെ കാണാമോ? കാണാം. കൊള്ളാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ കോൾ ചെയ്യാൻ. അപ്പൊ നമ്മൾ സംസാരിച്ച് നേരിട്ട് കാണുന്നേക്കാൾ ഇതിൽ കൊള്ളാം, അടിപൊളി. കൊള്ളാം കേട്ടാ. മൂക്കുത്തി ചേരുന്നുണ്ട് കേട്ടോ. കൊള്ളാം, ഇത് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. പിന്നെ പിടി ഇതിനാ. കൊള്ളാം കേട്ടാ, അടിപൊളി. കൊള്ളാം. ഹലോ കട്ടിയടി, ഇത് നിന്നെ കൊണ്ട് പോവല്ലോ. നിർത്തി കളഞ്ഞു. നമുക്ക് ആരെ വിളിക്കണമെന്ന് തോന്നിയാലും നമ്മൾ നേരെ വാട്സപ്പ് എടുക്കുന്നു, വീഡിയോ കോൾ എടുക്കുന്നു, വിളിക്കുന്നു, കട്ട് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. വിളിച്ചെടുക്കൂ. അല്ല, കാണാൻ വേണ്ടി. അല്ല, ഇപ്പൊ മാമൻ ബന്ധുക്കളുണ്ടല്ലോ വിളിക്കാൻ, അവരെ വിളിച്ചാ മതി. മാമ ഇരിക്കേട്ടാ, മാമ ഇരിക്കുക. അപ്പൊ എല്ലാം കൂടെ ഒന്ന് പഠിക്കണം. അല്ല, ഒന്നും കൂടെ വിളിക്കുക. അല്ല, നേരിട്ട് കാണുന്ന കരുതാണ് അടിപൊളി. മാമ വന്ന് ഇവിടെ ഇരിക്കൂ. ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഇനി കുറെ പഠിക്കാനുണ്ട്, പക്ഷേ ഇങ്ങനെ പഠിപ്പിക്കില്ല. മാമനോട് ഒരൊറ്റ കാര്യം പറയാം. അതായത് ഇനിയുള്ള ലോകത്ത് എല്ലാ കാര്യങ്ങളും മൊബൈലിലൂടെ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാവും. മനസ്സിലായി? നമ്മളെ പറ്റിക്കും. ഒരു കാര്യമുണ്ട്, ഞാനേ ഇന്നലെ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് അവര് പറഞ്ഞ റിപ്പോർട്ട് ഇതിന്റെ അകത്ത് അയക്കാന്ന് പറഞ്ഞു. ഇതിനകത്ത് അയക്കാന്ന് പറഞ്ഞു. ഒന്ന് നോക്കു മക്കളെ, മെയിൽ വന്നായിരിക്കും. ഇതിനകത്ത് നോക്കു മക്കളെ, എവിടെയെങ്കിലും ഉണ്ടോ? മെയിൽ ആയിരിക്കും കേട്ടോ. അതെ, ജ്യൂസ് കുടിക്കാം.
അങ്ങനെ തരട്ടെ? വേണ്ട വേണ്ടേ? ലഡു വേണ്ട വേണ്ട. മാമാ വന്നിട്ടുണ്ട് കേട്ടോ. മാമന്റെ കൊളസ്ട്രോള് നോർമലാണ്, യൂറിക് ആസിഡും കുഴപ്പമില്ല, നോർമലാണ്, ക്രിയാറ്റിൻ നോർമലാണ്. മാമാ ഷുഗർ 600 ഷുഗർ. ചെറിയൊക്കെ കോണി പോണ്. മാമാ പിടി 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 മാമാ, ചേട്ടാ മാമാ, മാമാ. യ്യോ, മാമാ വയ്യാത്ത എന്നെ ചേട്ടാന്ന് വിളിച്ചു മാമാ, മാമാ കുഴപ്പമൊന്നുമില്ല. മാമാ, ഗാനമേള ഉണ്ടാ എവിടാ? മാർക്കോസിന്. മാമാ, റിലേ പോയതാ. മാമ ശരിയാവും, ശരിയാവും. മാമ കണ്ണ് നിക്കുന്നു. എന്ത്? മുനീറേ കണ്ണ് ചിമ്മ്. മാമ ആശുപത്രി പോവാം. മാമ ആശുപത്രി പോവാം. ആശുപത്രി പോണ്ട. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കണ്ട. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കണ്ട. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കണ്ട. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് വിളിക്കണ്ടെന്ന്. ഇല്ല, തോന്നു വിളിക്കണം. എന്നെ വിളിക്കുന്നെങ്കിൽ ഇവളെന്നെ വീഡിയോ കോൾ വിളിച്ചാ മതി.